എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ജനറലായിട്ടൊരു പ്രോബ്ലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നതും പിന്നെ ആളുകൾ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതുമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് പഴയ തലമുറയിലൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ തലമുറക്കാർക്കും അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. എന്നാലും കുറച്ച് പേർക്കൊക്കെ അത് ഇല്ലാത്തതായിട്ട് പുതിയ ജനറേഷനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഭയമൊന്നും ഇല്ലാത്തവർ. എന്താണ് ഭയം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റിയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രേതങ്ങളെ ഭയക്കുക, അതാണ് ടോപ്പിക്ക്. അപ്പോൾ പ്രേതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന എന്താണ്, ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് ഒരു സ്ത്രീ രൂപം അടിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടത് വരുന്നു എന്നുള്ള ആലോചിച്ച് നോക്കുക. നമ്മളുടെ സിനിമ ആ ഒരു മേഖലയിൽ ചെറുപ്പം കാലം മുതലേ തന്നെ നമ്മൾ കണ്ടുവന്നേക്കുന്നത് ഈ പ്രേത സിനിമകൾ ഇഷ്ടംപോലെ ഇറങ്ങാറുണ്ട്. അപ്പോൾ പ്രേതത്തിനെ കാണുമ്പോൾ കറുത്ത പട്ടി, കറുത്ത പൂച്ച അത് ശബ്ദം ഉണ്ടാക്കുന്നു, പിന്നെ കാറ്റടിക്കുന്നു, വിളക്ക് ഇടുന്നു, അങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ ഈ സാധനം വന്ന സമയത്ത് ഭയങ്കര സൗണ്ടുകളും കാര്യങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ ആയിട്ട് ചെറുപ്പകാലം പോലെ തന്നെ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ ഭയന്നിട്ടുണ്ട്. ഒത്തിരി ഞാനൊക്കെ ഒരുപാട് പ്രേത സിനിമ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും പ്രേതം ഞാൻ പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ വന്നതും ആ രൂപം തന്നെയാണ്. പക്ഷേ എൻ്റെ ഭയം മാറിയ ആളാണ്, അതുകൊണ്ട് എനിക്ക് അതിനെ കണ്ടാലൊന്നും വലിയ പ്രശ്നം തോന്നില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ഈ ഇതെല്ലാം കണ്ട് യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കത് വലിയ പ്രശ്നമാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ, വലിയ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. പക്ഷേ ഒരുപാട് കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബാധകൾ, കാര്യങ്ങൾ, ആത്മാക്കൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കിയേക്കണ ഒരു സത്യം എന്നറിയോ, ഇതെല്ലാം ഒരു ബലമില്ലാത്തൊരു ഊർജ്ജമാണ്. നമ്മളതിനെ ബലം കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മളതിനെ കൂടുതൽ അത് ഭയക്കുമ്പോഴും അതിന് കൂടുതൽ ശക്തി കൂടുതലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ചേ, നമ്മളെക്കാളും വളരെ ലോവർ ഫ്രീക്വൻസിയിലുള്ളൊരു അല്ലെങ്കിൽ ലോവർ വൈബ്രേഷനിലുള്ള ഒരു എനർജിയാണത് എന്നുള്ള റിയാലിറ്റി നമ്മൾ ഉള്ളോട്ട് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ധൈര്യം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രേതം എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ കണ്ടാൽ പേടിച്ചു കൊടുക്കും. സത്യതാണ്. ഇതെങ്ങനെയാണ്, നിങ്ങൾ ഭയം വരുന്നു, നമ്മുടെ സോളാർ പ്ലെക്സ് ചക്ര ഇത് വീക്കാവുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറാനുള്ളൊരു ഡോറാണത്. ആ ആക്സസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ആ ഡോറ് നിങ്ങൾ തുറന്നു കൊടുക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു കുറച്ച് തമാശയായിട്ട് ഞാൻ പറയണം, ഒരു സിനിമയെല്ലാം പിടിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയും അതിനുള്ളൊരു അവസരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കാൻ പോകുന്ന സിനിമയിൽ എങ്ങനെയൊക്കെയെന്നറിയോ, ഈ മനുഷ്യർ പ്രേതങ്ങളെ വേട്ടയാടുന്ന സിനിമയായിരിക്കും ഞാൻ പിടിക്കുക. അതായത് പ്രേതങ്ങൾക്ക് ബലമില്ലാതെ മനുഷ്യരെ കാണുമ്പോൾ പ്രേതങ്ങൾ ഓടുന്നു, നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുന്നു പ്രേതങ്ങളെ. അതേപോലത്തെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളുടെ ഈ ഫീലിംഗ് മാറിക്കിട്ടും. കാരണം ഇത് സിനിമ എന്ന് പറയുന്നത് നമ്മളെ ടി വിയൊക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ടി വിയിലുള്ള സീരിയലുകൾ എല്ലാ സാധനങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സിനിമകൾ എല്ലാം. അപ്പോൾ ഇതേപോലത്തെ മൂവീസ് ഇവിടെ എന്തുകൊണ്ട് ആരും പിടിക്കുന്നില്ല? ഇത് കേൾക്കുന്ന സിനിമ പിടിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ ദയവ് ഇത് തമാശ എടുക്കരുത്, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. അതേപോലത്തെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒരു 10 സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ 10 സിനിമയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രേതോ ഇതൊരു തമാശയുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള സാധനമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രോബ്ലം മാറുന്നു. അപ്പോൾ ഇത് ഒരാളും ചിന്തിക്കാത്ത ഒരു ഐഡിയ ആയിരിക്കും ഞാൻ ഈ പറയണതല്ലേ. കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തമാശയായിട്ടും അല്ലെങ്കിൽ പരിഹസിക്കാനൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക, ഞാനീ പറയുന്നത് ശരിയല്ലേ. ഈ ഭയമാണ് നമ്മുടെ പ്രശ്നം. ഈ ഭയം നമ്മൾ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരും. നിങ്ങളൊരു പ്രേതബാധമുള്ള വീട്ടിൽ പോയാൽ നിങ്ങളുടെ മേത്ത് പ്രേതം കയറില്ല. നിങ്ങളവിടെ ഭയത്തോടുകൂടിയാണ് ചെല്ലുന്നത്. മരിച്ച വീട്ടിൽ പോകുമ്പോൾ അയ്യോ അതോ കയറും എൻ്റെ മേത്ത്, അവിടെ ഉണ്ടാവോ എന്നുള്ള ഭയത്തിലാണ് ഈ കുറേ പേര് വരുന്നത്. അപ്പോൾ നമ്മളവിടെ അതിനെ ക്രിയേറ്റ് ചെയ്യണം. വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ റിയാലിറ്റി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിന് കയറാൻ എളുപ്പമായി. ഭയം വരുമ്പോൾ നമ്മുടെ ഈ സോളാർ പ്ലെക്സിലുള്ള ഈ ചക്ര ഇത്
ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്, തുറന്നു കൊടുക്കുകയാണ്, വാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നമ്മൾ അറിയാതെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എന്താണ് പേടി വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേടി വരുമ്പോൾ ഇവിടെ ഒരു ആന്തലി, ഭയം വരുമ്പോൾ ഇവിടെ ഒരു വയറ്റിൻ്റെ അവിടെ ഒരു ആന്തലി നിങ്ങൾക്ക് വരും. ഭയം വരുന്ന ആൾക്കൊക്കെ അറിയാൻ സാധിക്കും. ഭയം പെട്ടെന്ന് ഇവിടെ ഒരു ആന്തലി, ഒരു അനങ്ങുന്ന പോലെ ഒരു ഫീലിംഗ്. ആ ഒരു ഫീലിംഗ്, ആ ഫീലിങ്ങിലാണ് ഈ സാധനം ഉള്ളോട്ട് കയറുന്നത്. ഈ റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പയ്യെ അതിനോടുള്ള സമീപനം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള സിനിമകൾ കണ്ടാൽ നിങ്ങൾക്ക് ചിരിയേ വരുള്ളൂ, തമാശയായിട്ട് എടുക്കും നിങ്ങൾക്ക്. പിന്നെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മ്യൂസിക്കും ഭയങ്കര ബഹളവും നമ്മളെ പേടിപ്പിക്കുന്ന പോലത്തെ സംഗീതമൊക്കെ ഇട്ടിട്ടാണ് ഈ പ്രേതത്തിനെ വരുത്തുന്നത്. പ്രേതം വരുന്ന സമയത്ത് അങ്ങനത്തെ ചെവിട് പൊട്ടിക്കുന്ന പോലത്തെ ശബ്ദമൊക്കെ ആയിരിക്കും അവർ വെക്കുക, പെട്ടെന്ന് ഷോക്ക് അടിപ്പിക്കണ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറേ ഈ ഇങ്ങനെയുള്ള ചിന്തകളിലായിട്ട് കൊണ്ടുപോകുന്നതും നമ്മളുടെ എനർജി ഡ്രെയിനാക്കുന്നതുമായ കാര്യങ്ങളാണ്. തിരിച്ച് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ലൈഫിലൊരു ചേഞ്ച് ആയിരിക്കും. ഇപ്പം ചില സിനിമകളിലൊക്കെ ഈ മന്ത്രവാദികൾ വന്നിട്ട് അവസാനം പ്രേതങ്ങളെയൊക്കെ ബന്ധിക്കുന്നതും തളക്കുന്നതൊക്കെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ പ്രേതം അവിടെ കീഴടങ്ങുന്നു. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, ഒരു ആശ്വാസമാണ് അല്ലേ, ഒരു ആശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് സാധാരണക്കാരായ ജനങ്ങളും പ്രേതത്തിനെ കാണുമ്പോൾ അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലത്തെ ഒരു സിനിമയാണെങ്കിൽ അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാ സംഗതികളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും സിനിമയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ സിനിമകൾ എന്തിനാണ് പിടിക്കണമെന്ന്. പക്ഷേ അതും വേണം, അത് എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാനായിട്ട് അത്ര സിനിമകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓവറായി പോയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന് ഇനിയും മാർഗ്ഗങ്ങളുണ്ട്. അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വല്ല പ്രൊഡ്യൂസേഴ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സിനിമകളൊക്കെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുക, ആൾക്കാരൊന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നേ ഞാൻ പറയൂ. തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷേ അത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭയം നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചക്രയെ നിങ്ങൾ ബലപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിനെ ബലപ്പെടുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പറയുക, ഞാൻ എൻ്റെ സോളാർ പ്ലെക്സസ് ചക്രയെ ബലപ്പെടുത്തിയിരിക്കുന്നു, പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ചക്ര ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. നമുക്കതിനുള്ള പവറുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. എല്ലാവർക്കും ആ ഒരു കഴിവുണ്ട്. ഒരാൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ആ കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.